സഹോദരന്മാരെ, മഹാരാജാസ് കോളേജിൻ്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു വരുന്ന സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ ശതോത്തര സുവർണ ജൂബിലി ഓഡിറ്റോറിയവും ഇതോടൊപ്പം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും എല്ലാ രീതിയിലും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട കലാലയങ്ങളിൽ ഒന്നാണ് മഹാരാജാസ്. അത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് കേരളീയർക്കാകെ സന്തോഷം പകരുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ 4 കോളേജുകൾ പ്രത്യേകമായി എടുത്തു പറയാറുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജും മഹാരാജാസ് കോളേജും വിക്ടോറിയ കോളേജും ബ്രണ്ണൻ കോളേജും. ഇവിടെ ഇത്തരത്തിലുള്ള പ്രശസ്തമായ കലാലയം ആധുനിക കേരള നിർമ്മിതിയോട് ഇഴചേർന്ന് കിടക്കുന്നവയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ സംഭാവന നൽകിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു തരത്തിലും മറക്കാൻ കഴിയുന്നത്. ഇത്തരം കലാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പൊതുപ്രവർത്തനത്തിൻ്റെ മാതൃകകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ദേശീയ പ്രസ്ഥാന കാലത്ത് ഖാദി പ്രചാരണം, ഹിന്ദി വിദ്യാഭ്യാസം ലഭിക്കൽ, അതിലെല്ലാം ശ്രദ്ധ ചെലുത്തിയ അന്നത്തെ തലമുറ. അതിൻ്റെ ഭാഗമായി അന്ന് സാമൂഹ്യ രംഗത്ത് നടന്നു നിൽക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് നടന്നു നിൽക്കുന്ന പ്രതിഭകളുമായി ബന്ധപ്പെട്ടത് അക്കാദമിക രംഗത്ത് മാത്രമല്ല, ഇതുപോലുള്ള രംഗങ്ങളിലും വലിയ പങ്ക് അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ വഹിച്ചു. ഇവിടെ അക്കാദമിക് മേഖലയിൽ മഹാരാജാസിൻ്റെ പേര് എല്ലാ കാലത്തും ഉയർന്നു കാണാറുണ്ട്. പക്ഷേ അക്കാദമിക് രംഗത്ത് മാത്രമല്ല ഈ കലാലയം ഉയർന്നു നിന്നത്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പലപ്പോഴും ഈ കലാലയം ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. മഹാരാജാസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് ഈ കോളേജിൻ്റെ അത്ര തന്നെ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവില്ല. മഹാത്മാഗാന്ധി ഈ കോളേജിൽ സന്ദർശിച്ചു.
സന്ദർശിച്ചിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികൾ സംഭാവനയും നൽകിയിരുന്നു. അതെല്ലാം ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടുകളാണ്. അതോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കായി എന്നതിൻ്റെ പേരിൽ പിടികൂടപ്പെട്ട, നാടുകടത്തപ്പെട്ട വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു. അതോടെ അവരുടെ പഠിപ്പും പൊതുപ്രവർത്തനവും അവസാനിച്ചുകൊണ്ടും എന്നായിരുന്നു അന്നത്തെ അധികാരികളുടെ ധാരണ. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. അവരെല്ലാം തന്നെ പുറം നാടുകളിൽ പോയി പഠിച്ച് മടങ്ങി വന്ന് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഇവിടുത്തെ സംഭാവന നൽകി എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 150 വർഷം ഒരു കലാലയം പിന്നിടുന്നു. എന്നാൽ ഒരു വിദ്യാലയം എന്ന നിലക്ക് 150 വർഷത്തെ ചരിത്രമല്ല, 2 നൂറ്റാണ്ടോളം നല്ല ചരിത്രമാണ് ഈ സ്ഥാപനത്തിലുള്ളത്. 1845 ഒരു ചെറിയ എലിമെന്ററി സ്കൂളായി ആരംഭിച്ച സ്ഥാപനം. അതാണ് ഇതിൻ്റെ മുൻഗാമി എന്ന് പറയാം. അന്ന് ഒറ്റമുറി സ്കൂളിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്ന് 20 ബിരുദ പ്രോഗ്രാമുകൾ, 22 ബിരുദാനന്തര പ്രോഗ്രാമുകൾ, ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ബൃഹത് സ്ഥാപനമായി ഇത് മാറിയിരിക്കുകയാണ്. 18 വിഭാഗങ്ങളിലായി ഗവേഷണ കേന്ദ്രങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. നാക് അക്രഡിറ്റേഷനിൽ എ ഗ്രേഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. NIRF റാങ്കിങ്ങിൽ 53ാം റാങ്കും കരസ്ഥമാക്കാൻ ഈ കോളേജിൽ കഴിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വഴി പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ദിവാൻ ശങ്കരവാര്യർ, അദ്ദേഹമാണ് ഇവിടെ ഒരു എലിമെന്ററി സ്കൂൾ തുടക്കം കുറിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ദിവാനായി. അപ്പോൾ അതിനെ ഹൈസ്കൂളാക്കി മാറ്റി. തുടർന്നാണ് ഇത് എറണാകുളം കോളേജും പിന്നീട് മഹാരാജാസ് കോളേജുമായി മാറി വന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടുത്തെ പ്രിൻസിപ്പൽമാർ. ഈ കോളേജിലെ ആദ്യ പ്രിൻസിപ്പലായിരുന്നു AF സിലി. പൗരസ്ത്യ ലോകം പാശ്ചാത്യ ലോകത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള പ്രതിഫലമായാണ് അദ്ദേഹം ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ കണ്ടിരുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഈ കലാലയം മഹാത്മാഗാന്ധി മാത്രമല്ല, സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ
നാമോ ഇങ്ങനെയെല്ലാമുള്ളവരുടെ സന്ദർശനം കൊണ്ട് ധന്യമായി തീർന്ന ഇടമാണ്. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ടവാര്യരും തിരുവച്ചി മുഖ്യമന്ത്രിയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മുൻനിര പോരാളിയുമായിരുന്ന സി കേശവനും ഇ വി തോമസും കെ ആർ ഗൗരിയമ്മയും വിശ്വനാഥ മേനോനും വയലാർ രവിയും എ കെ ആന്റണിയും നമ്മുടെ ഈ സദസ്സിന്റെ മുന്നിലിരിക്കുന്ന വൈക്കം വിശ്വനും ഉൾപ്പെടെയുള്ള കേരള രാഷ്ട്രീയ രംഗത്തെ വലിയൊരു നേതൃനിര വാർത്തെടുക്കപ്പെട്ടത് ഇവിടെ നിന്നാണ്. എല്ലാവരുടെയും പേരുകൾ പറഞ്ഞാൽ അത് തന്നെ നേരത്തെ സ്വാഗത പ്രസംഗത്തിനും മറ്റും പറഞ്ഞതുപോലെ നീണ്ട നിരയായി മാറും. മലയാള സിനിമയിലെ മഹാനടനായ മമ്മൂട്ടി, മലയാള സിനിമയിലെ മറ്റനേകം താരങ്ങൾ, സംവിധായകർ, അവരെല്ലാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ. ശ്രീ ദാക്ഷായണി വേലായുധൻ ഇവിടുത്തെ വിദ്യാർത്ഥിനിയായിരുന്നു. അവരാണ് ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഭാഗമായി പിന്നീട് മാറിയത്. പാർശ്വവർഗ സമൂഹത്തിൽ നിന്നും ഒരു വനിത അത്തരമൊരു സമിതിയിലേക്ക് എത്തിച്ചേർന്നത് ലോകമാകെ ശ്രദ്ധിച്ച കാര്യമാണ്. ഇവിടെ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ചങ്ങമ്പുഴ രമണൻ എഴുതുന്നത്. ചങ്ങമ്പുഴ മാത്രമല്ല, വൈലോപ്പള്ളിയുടെയും പ്രതിഭ ഊതി കത്തിച്ച ഇടമാണിത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ കെ ജി ബാലകൃഷ്ണനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. വിനോദ് വിശ്വത്തിൻ്റെയും എൻ എസ് മാധവൻ്റെയും മറ്റും പേരുകൾ നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മികവുറ്റ അധ്യാപക നിര ഈ കോളേജിന് സ്വന്തമായി ഉണ്ടായിരുന്നു. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന എൽ വി രാമസ്വാമി അയ്യർ ഇവിടുത്തെ അധ്യാപകനായിരുന്നു. നവോത്ഥാന നായകനായിരുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇവിടുത്തെ അധ്യാപകനായിരുന്നു. ജ്ഞാനപീഠ നേതാക്കളായ രണ്ട് സാഹിത്യ പ്രതിഭകൾ ഇവിടുത്തെ അധ്യാപകരായിരുന്നു. ഈ കലാലയത്തിൻ്റെ അഭിമാനമായി അവർ മാറുകയുണ്ടായി. ജി ശങ്കരക്കുറുപ്പും OMV ഇവിടുത്തെ ബന്ധമുള്ളവരാണ്. എസ് ബുദ്ധൻ നായരും എം കൃഷ്ണൻ നായരും നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാന്യായ സാനുമാസ്റ്ററും ഡോക്ടർ ലീലാവതിയും അടക്കം എത്രയോ പ്രതിഭകൾ ഇവിടെ അധ്യാപകരായിരുന്നിട്ടുണ്ട്. ഈ ബൃഹത്തായ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും മഹാരാജാസ് കോളേജിന് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുള്ള പ്രസക്തി. അത്തരമൊരു കലാലയത്തെ കൂടുതൽ മികവിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ആ പട്ടികയിലേക്ക് കടക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം
എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനായി ഒട്ടേറെ ഇടപെടലുകളാണ് കഴിഞ്ഞ 9 വർഷമായി നടത്തിവരുന്നത്. കോളേജുകളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, സർവകലാശാലകൾ കേന്ദ്രമാക്കി 200 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ, ബിരുദ പഠന സമ്പ്രദായത്തെ ഉറച്ചു വാർക്കുന്ന 4-year അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഗവേഷണ മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അണ്ടർഗ്രാജുവേറ്റ് തലം മുതൽ ബിരുദാനന്തര പഠനം വരെ മെറിറ്റ് മീൻസ് സ്കോളർഷിപ്പ് സംസ്ഥാനത്ത് നൽകി വരുന്നുണ്ട്. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളും രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന റിസർച്ച് അവാർഡുകളും മറ്റും കേരളത്തിൽ നൽകി വരികയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ യശസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികളെ എടുത്താൽ രാജ്യത്തെ ആദ്യത്തെ 12-ൽ 3 കേരളത്തിലുള്ളതാണ്. 9-ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10-ാം സ്ഥാനത്ത് കൊച്ചി യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റിന് 43-ാം സ്ഥാനമുണ്ട്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 100 കോളേജുകൾ അക്കാദമിക് നിലവാരം വെച്ച് ആദ്യത്തെ 100 കോളേജുകളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് 12 കോളേജുകളുണ്ട്. നല്ല മാറ്റം പൊതുവെ വരുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കും. 200 കോളേജുകൾ എടുത്താൽ 42 എണ്ണമാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗവും ഉന്നത വിദ്യാഭ്യാസ രംഗവും കൂടുതൽ മികവിലേക്ക് നീങ്ങുമ്പോൾ സാധാരണ കുടുംബങ്ങളിൽ വരുന്ന അനേകം വിദ്യാർത്ഥികളെ മികവുറ്റവരാക്കി മാറ്റാൻ കഴിയും. അത്തരം വിദ്യാർത്ഥികളെ മികവുറ്റവരാക്കി മാറ്റിയ ഒരു കലാലയമാണ്. ഇതില് നല്ല മികവോടെ നിലനിൽക്കുമ്പോൾ തന്നെ എപ്പോഴും സ്വയംവിമർശനപരമായ ഒരു പരിശോധന, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇടക്കിടക്ക് നടത്തുന്നത് നന്നാവും. കാരണം നമുക്ക് വേണ്ടത് കൂടുതൽ മികവിലേക്ക് ഉയരാൻ. കലാലയത്തിൻ്റെ തിളക്കത്തിന് കളങ്കമേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായ ആത്മപരിശോധന, സ്വയംവിമർശനപരമായ പരിശോധന ഇടക്കിടക്ക് ഉണ്ടാകുന്നത് നന്നാണ്. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള തെറ്റിൻ്റെ അംശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്ന കാലമാണ്. ലഹരിയും കുറ്റകൃത്യങ്ങളും അടക്കമുള്ള പ്രതിരോധ ചിന്തകളടക്കമുള്ള കാര്യങ്ങൾ യുവാക്കളിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം, അത് നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം തകർക്കാൻ കൂടിയുള്ളതാണ് എന്നത് നാം തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് അങ്ങനെ എന്തെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ജാഗ്രതയോടെ ഇത് കാണാനും
അതിനെതിരെ നിലപാടുകളെടുക്കാനും വിധേയരായി പോയവരെ തിരുത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രമം ബോധപൂർവം ഉണ്ടാകേണ്ടതായിരിക്കുന്നു. അടുത്ത വിദ്യാഭ്യാസ വർഷം പൊതുവിദ്യാഭ്യാസ രംഗവും ഉന്നത വിദ്യാഭ്യാസ രംഗവുമൊക്കെ ഈ ഒരു പ്രവർത്തനവും കൂടി ഫലപ്രദമായി ഏറ്റെടുക്കാനാണ് തയ്യാറായിട്ടുള്ളത്. ആരും തെറ്റുകൾക്ക് അതീതരല്ല എന്ന ബോധ്യത്തോടെ തെറ്റിന് വിധേയരായി പോയവരെ നേർവഴിക്ക് നയിക്കാനുള്ള സംയമനത്തോടെയുള്ള സമീപനം സ്വീകരിക്കൽ പ്രധാനമാണ് എന്നത് നാം തിരിച്ചറിയണം. അധ്യാപക സമൂഹവും വിദ്യാർത്ഥി സമൂഹവും അവരെല്ലാം ഭാഗഭാക്കായ സംഘടനകളും ഇതിനെല്ലാം മുൻകൈയെടുക്കേണ്ടതാണ്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഈ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.